വിശുദ്ധ കുരിശിൻ്റെ ഇടയാൾത്ത ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബ് ദുഷ്ടന്മാരുടെ അന്യായമായ ജീവിതത്തെക്കുറിച്ചും ദൈവം അവരെ ഉടൻ ശിക്ഷിക്കാതെ നീതി വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നതാണ് ജോബിൻ്റെ പ്രധാന ചോദ്യം. അവൻ ചില ദുഷ്ടരുടെ പ്രവൃത്തികൾ വിശദമായി വിവരിക്കുന്നു. അതിരുകൾ മാറ്റുന്നവർ, അനാഥന്മാരുടെ വസ്തുക്കൾ കവർന്നെടുക്കുന്നവർ, വിധവമാരെ ഉപദ്രവിക്കുന്നവർ, ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവർ, കള്ളന്മാർ, വ്യഭിചാരികൾ, കൊലയാളികൾ. ഇവരുടെ ജീവിതം ദൈവം കാണുന്നില്ലേ, അവൻ ഇടപെടുന്നില്ലേ എന്നുള്ള ആകുലതയും അതിനോടൊപ്പം ദൈവത്തിൻ്റെ നീതിയിലേക്കുള്ള വിശ്വാസവും ജോബിൻ്റെ വാക്കുകളിൽ കാണാം. അവസാനം ദുഷ്ടന്മാർക്ക് ദൈവം ശിക്ഷ നൽകുമെന്ന വിശ്വാസം ജോബിൻ്റെ നിലപാടായി കാണുന്നു. അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു, പിന്നീട് അവർ ഇല്ലാതാകുന്നു. കള പോലെ അവർ വാടി നശിക്കുന്നു, കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു. ജോബ് 24 അധ്യായം 24 തിരുവചനം. ശൂഹ്യവംശജനായ ബിൽഹാദ് ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യൻ്റെ അശുദ്ധതയെയും കുറിച്ച് ജോബിനോട് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ദൈവത്തിന് ആധിപത്യവും ഭയങ്കരത്വവുമുണ്ട്. ദൈവം തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ സമാധാനം പാലിക്കുന്നു. ദൈവത്തിൻ്റെ സൈന്യങ്ങൾ അനേകം. അവൻ്റെ പ്രകാശം എല്ലാവരെയും സ്പർശിക്കുന്നു. മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകാൻ അർഹനല്ല. സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് ശുദ്ധനാകാൻ കഴിയുകയില്ല. ചന്ദ്രനും നക്ഷത്രങ്ങളും പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശുദ്ധിയുള്ളവയല്ല. ഇത് ദൈവത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതും മനുഷ്യൻ്റെ പരിമിതത്വം ചൂണ്ടിക്കാട്ടുന്നതുമാണ്. ബിൽഹാദിൻ്റെ വാക്കുകൾ ജോബിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ്. മനുഷ്യൻ ദൈവത്തോട് നീതി ആവശ്യപ്പെടാൻ അർഹനല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ, പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? ജോബ് 25 അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.